ഇന്നുള്ള 4 അമ്മമാരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വരും. ഓക്കെ, സോ ടാസ്കിന് വേണ്ടി നമ്മുടെ അമ്മമാർ റെഡിയാണ്. ശ്വേതാജി. അപ്പോൾ നമ്മളെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് 30 സെക്കൻഡ് നിങ്ങൾക്ക് ആലോചിക്കാനുള്ള ഞാൻ ലൈറ്റ്സ് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ് ലൈറ്റ്സ് ഓൺ. ആരുടെ മുകളിലാണ് സ്പോട്ട് ലൈറ്റ് വീഴുക എനിക്കറിയില്ല. സ്പോട്ട് ലൈറ്റ് വീണാൽ നിങ്ങളുടെ ആൻസർ പറയുക. അത് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞാൽ ലൈറ്റ് വരും. പറയുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ നല്ല ഒരു പോയിന്റ് ആണെങ്കിൽ ഒരു പോയിന്റ് ക്ലിയർ ആയിട്ട് പറയുക. ക്ലാരിറ്റി വേണം. നല്ല എന്താ പറയുക, നമ്മളൊരു കോൺഫിഡൻ്റ്ലി ഉത്തരം പറയണം. അപ്പോൾ ആരുടെ മുകളിൽ ആ സ്പോട്ട് ലൈറ്റ് വീഴാൻ എനിക്കറിയില്ല. ഞാൻ ചോദ്യം മാത്രമേ പറയുള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ് ലേഡീസ്. താങ്ക് യു. ഓക്കെ, നമ്മളുടെ എല്ലാവരും ജീവിതത്തിലും ഒരു ഫേവറേറ്റ് പേഴ്സൺ ഉണ്ടാവും. ചില ആൾക്കാർ പറയും ഹസ്ബൻഡാണ്, അച്ഛനാണ്, അമ്മയാണ്, കുഞ്ഞാണ്, അമ്മൂമ്മയാണ്, ഗ്രാൻഡ് പേരൻസ് ആണ്, ടീച്ചറാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫേവറേറ്റ് പേഴ്സൺ ആൻഡ് വൈ? അതാണ് ചോദ്യം. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് പേഴ്സൺ ആൻഡ് വൈ? ലൈറ്റ്സ് ഓഫ് പ്ലീസ്. എൻ്റെ ഫേവററ്റ് പേഴ്സൺ എൻ്റെ അച്ഛനാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. വളരെ ഒരു ഗ്രാമപ്രദേശത്തിലെ സാധാരണ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഞങ്ങൾ. അവിടെ 3 പെൺകുട്ടികളെയും എൻ്റെയൊക്കെ കുഞ്ഞിലെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ എൻ്റെ അച്ഛൻ ഗൾഫിലാണ്. 2 വർഷം കൂടുമ്പം 1 മാസത്തിൽ അച്ഛൻ വരും. അപ്പോൾ നമ്മൾ പറയുന്ന കുറേ ലിസ്റ്റുകളും കൊണ്ടാണ് പുള്ളി വരിക. അവസാനം പുള്ളിക്ക് ആകെ ഉണ്ടായിരുന്നത് സമ്പാദ്യം എന്ന് പറയുന്നത് കുറേ അസുഖങ്ങളും മാത്രമാണ്. ഒരുപാട് പ്രവാസികളായിട്ടുള്ള അച്ഛന്മാർക്ക് എല്ലാവർക്കും, ഞങ്ങളൊക്കെ എൻ്റെ 2 ചേച്ചിമാരും നല്ല നിലയിലാണെന്ന്, നല്ല ഒഫീഷ്യൽ അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാനും എല്ലാവരും ഞങ്ങൾ ഈ നിലയിലാവാൻ കാരണം അച്ഛൻ എന്നുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നത് അമ്മയെക്കാളും അമ്മ ഞങ്ങളെ കെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അച്ഛൻ അവിടുന്ന് പൈസ അയച്ചു കൊടുക്കും. അച്ഛൻ ഇങ്ങനെ മാസങ്ങളോളം ഭക്ഷണമൊക്കെ ചില ദിവസങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റാതെയും രാത്രി ഡ്യൂട്ടിയൊക്കെ എടുത്ത് ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പം അച്ഛൻ വെച്ചാൽ ഒരു ദിവസം അച്ഛൻ വന്നപ്പോഴത്തേക്ക് ഗൾഫിൽ നിന്ന് വരികയാണ്. അച്ഛൻ്റെ ഒരു കൈ ഒടിഞ്ഞിട്ടുള്ളത്, ഒരു ഭാഗം തളർന്നിട്ട് ഇങ്ങനെയാണ് അച്ഛൻ വരുന്നത്. ആ കയ്യിൽ അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ നോക്കുമ്പം എയർപോർട്ടിൽ നിന്ന് ഒരു മറ്റേ കള്ളുകുപ്പിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡൊക്കെ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടി അത് അത്രയും മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും സൂപ്പർ. നമ്മൾ സ്ത്രീകൾ ഒരുപാട് ഈ ഫെമിനിൻ കാർഡ് കളിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്താൽ ഞാൻ സ്ത്രീ ആയതുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് പറയുന്നത്, ഞാനൊരു പെണ്ണായതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അച്ഛൻ പറഞ്ഞാൽ, അമ്മ പറഞ്ഞാൽ, സൊസൈറ്റി പറഞ്ഞാൽ, നമ്മുടെ ജോബിൽ നമ്മൾ ഈ ലേഡീസ് നമ്മളൊരു കേസിൽ പെട്ടാൽ നമ്മൾ ഫെമിനിൻ കാർഡ് കളിക്കും. അത് റൈറ്റ് ആണോ ഓർ റോങ് ആണോ? നിങ്ങളുടെ എന്താ പറയുക വ്യൂ പോയിന്റ് ആണ്. ആൻഡ് ലൈറ്റ്സ് ഓഫ്. ശരിക്കും അത് ഒരു പോയിൻ്റാണ് എൻ്റെ ജീവിതത്തിൽ. ഇങ്ങനെ ഒരു സ്ത്രീ എന്നൊരു രീതിയിൽ ഇപ്പം തന്നെ ഞാനിപ്പോൾ നാട്ടിൽ വന്നു. അപ്പം പ്രാക്ടീസിന് വേണ്ടിയും ഡാൻസിന് വേണ്ടിയൊക്കെ ഞാൻ ഒത്തിരി ഇങ്ങനെ വീടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അപ്പം എപ്പോഴും എനിക്ക് വരുന്ന ഒരു ചോദ്യമാണ്, നീ പെണ്ണാണ്, നീ ഇങ്ങനെ മാറി നിൽക്കരുത്, മാറിപ്പോയി നിന്ന് പ്രാക്ടീസ് ചെയ്യരുത്. ശരിക്കും എനിക്ക് വളരെ കുറച്ച് ദിവസമാണ് ഇങ്ങനെ ഡാൻസ് ചെയ്യാനും മാറ്റി ചെയ്യാനും. അപ്പം ഞാൻ ഹോൾ നൈറ്റ് വരെ നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം എപ്പോഴും എന്നിൽ വന്ന ഒരു പോയിൻ്റാണ്, ഓക്കെ നീ ഒരു സ്ത്രീയാണ്, അങ്ങനെ മാറിപ്പോയി നിൽക്കാൻ പാടില്ല. സമൂഹം പലതും ഇങ്ങനെ സ്ത്രീകളിൽ ഇങ്ങനെ മാറി ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ പറയും. അപ്പോൾ വിദ്യയാണോ ഫെമിനിൻ കാർഡ് കളിക്കുന്നത്, അല്ലാതെ അവരെങ്ങനെയാ വിദ്യം അതേ സമയത്ത് ഫെമിനിൻ കാർഡ് കളിക്കുകയല്ലേ? എനിക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ഞാൻ ചെയ്യും. അതാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ശരിയായിട്ടുള്ള കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളതിന് ഓക്കെ ആണെങ്കിൽ അത് പറയരുത്, ഒരു സ്ത്രീയാണ് നീ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയരുത്. സ്ത്രീ ആയാലും പുരുഷനായാലും നമുക്ക് ഇഷ്ടമുള്ളത് അത് റൈറ്റ് ആണെന്ന് നമുക്ക് സ്വയം തോന്നുവാണെങ്കിൽ അതിൽ മുന്നോട്ട് പോവുക തന്നെ വേണം. പണ്ടൊക്കെ ഞാനിങ്ങനെ കേൾക്കുമ്പോൾ മാറി നിൽക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇല്ല, എനിക്കത് റൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. ഓക്കെ, ഗുഡ്.